ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 22ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ആൻഡ് ഗവർണൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എൻവിസേജ്ഡ് ബൈ ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അതായത് നമ്മുടെ ചോദ്യത്തെ നമുക്ക് ഇങ്ങനെ പറയാം. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതെല്ലാമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതെല്ലാമാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 അനുസരിച്ചിട്ടുള്ള മനുഷ്യക്കടത്ത് നിരോധിക്കുന്നതും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിലും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ്, തൊട്ട് തീണ്ടായ്മ നിരോധിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്. അത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഫാക്ടറികളിലും അതുപോലെ തന്നെ മൈനുകൾ, ഖനികളിലും ജോലിക്കായിട്ട് നമ്മൾ നിയമിക്കുന്നത് നിരോധിക്കുന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്? നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ, നമ്മുടെ മൗലിക അവകാശങ്ങളെ നമ്മൾ 6ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 6 റൈറ്റ് ടു ഇക്വാലിറ്റി, നമ്മുടെ സമത്വത്തിനുള്ള അവകാശം; റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം; റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം; റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനുള്ള അവകാശം. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മുടെ മൗലിക അവകാശങ്ങളെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ആണ്. അതായത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിലും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23, അതിനു മുമ്പ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 അതുപോലെ ആർട്ടിക്കിൾ 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത് തടയുന്നതും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിൽ തടയുന്നതും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടാണ് വരുന്നത്, ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ബി കളയാം. ഓപ്ഷൻ ബിക്കകത്ത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ലാത്തത് കൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ്. അതായത് തൊട്ട് തീണ്ടായ്മയ്ക്ക് എതിരെയുള്ള അവകാശം. നമ്മുടെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഈ ആർട്ടിക്കിൾ 17 ഏത് ഗണത്തിലാണ് വരുന്നത്? നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് എന്ത്? റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം. അങ്ങനെയുള്ള സമത്വത്തിനുള്ള അവകാശത്തിലാണ് നമ്മുടെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ട് തീണ്ടായ്മ നിരോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും നമുക്ക് തെറ്റാന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആ കൂടെ തന്നെ നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പറയുന്നത് നമ്മുടെ കുട്ടികളെ ഫാക്ടറികളിലും മൈൻസിലും അതുപോലുള്ള ഹസാഡസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റുകളിൽ കുട്ടികളെ ജോലിക്ക് നിർത്താൻ പാടില്ല എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24. ആ ആർട്ടിക്കിൾ 24 നമ്മുടെ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് വരുന്നത്.
ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ്. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സുണ്ടല്ലോ, മനസ്സല്ലെങ്കിൽ മൈൻഡ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ പ്രിയാമബിൾ ആണ്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, നമ്മുടെ മൗലിക അവകാശങ്ങളിലാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, നമ്മുടെ DPSPയിലാണെന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്, നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിലാണെന്നാണ് നാലാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിലാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളിൽ ഒരാളായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്ന സർ അല്ലടി കൃഷ്ണസ്വാമിയർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദ പ്രിയാമബിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രീംസ് ഓർ ലോങ്. അതായത് ഞങ്ങളുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുറേ കാലമായി ഞങ്ങൾ ചിന്തിച്ചതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമബിൾ അല്ലെങ്കിൽ ആമുഖത്തിലുള്ളതെന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമബിൾ അല്ലെങ്കിൽ നമ്മുടെ ആമുഖമാണ്. നമ്മുടെ ആമുഖത്തിലാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന, അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് സ്റ്റേറ്റ് എഗെയിൻസ്റ്റ് ദ സിറ്റിസൺ. നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് സിറ്റിസൺസിനെതിരെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ റൈറ്റ്സ് ആർ പ്രിവിലേജസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് സിറ്റിസൺ എഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. നമ്മുടെ ഒന്നാമത് പറഞ്ഞതിനെ നേരെ തലതിരിച്ച് പറഞ്ഞു. അതായത് നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ സിറ്റിസൺസിന് സ്റ്റേറ്റിനെതിരെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് എ ഫ്യൂ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് ദ മെനി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ കൂടിയാണ് ഈ ഒരു ചോദ്യം. ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ NCERTയുടെ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 5ാമത്തെ ചാപ്റ്റർ 72ാമത്തെ പേജിലേക്ക് ഒന്ന് ചെല്ലുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കാണുവാനായിട്ട് സാധിക്കും: ത്രൂ ദീസ് റൈറ്റ്സ് പീപ്പിൾ മേക്ക് ഡിമാൻഡ്സ് അപ്പോൺ ദി സ്റ്റേറ്റ്. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെയല്ലേ നമ്മുടെ ഓപ്ഷൻ സിയിലും പറയുന്നത്? ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? നമുക്ക് ഓപ്ഷൻ സി പറയുന്നത് റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ സിയിലും പറയുന്നത്. റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരെ സിറ്റിസൺസിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് പ്രിൻസിപ്പിൾ അമംഗ് ദ ഫോളോവിങ് വാസ് ആഡഡ് ടു ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ബൈ 42nd അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട്. അതിലേതാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയം നമ്മുടെ DPSPയിലേക്ക് 4 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 48A. അപ്പോൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത് ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആണ്. ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ലീഗൽ, അതായത് സാധാരണക്കാർക്കായിട്ട് ഫ്രീ ലീഗൽ എയ്ഡ് നൽകണമെന്നുള്ളതാണ്. അതായത് ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ ആണ് ആർട്ടിക്കിൾ 39. പിന്നീടുള്ളതാണ് ആർട്ടിക്കിൾ 43, ടു മേക്ക് സ്റ്റെപ്പ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ്, ആർട്ടിക്കിൾ 43. അപ്പം നമ്മുടെ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു കാര്യം കൂടെ, ഇത് കൂടാതെ വന്നത് ആർട്ടിക്കിൾ 48A ആണ്. ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 48A.
ഇതും കൂട്ടിച്ചേർക്കപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അടുത്ത തവണ ചോദിക്കുന്നത് ആർട്ടിക്കിൾ 48A നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് എന്നൊക്കെ തിരിച്ച് ചോദിക്കാം. അപ്പം നമ്മുടെ ഉത്തരത്തിലേക്ക് പോകാം. നമ്മുടെ ആർട്ടിക്കിൾ 43A നോക്കുക. ടു ടേക്ക് സ്റ്റെപ്പ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ദ ഫെഡറേഷൻ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ദ റെസിഡറി പവേഴ്സ് വാസ് ഗീവൻ ടു. അത് നമ്മുടെ 1935 നമ്മൾ സ്ഥാപിച്ച ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴി രൂപം കൊണ്ട നമ്മുടെ ഫെഡറേഷൻ്റെ റെസിഡറി പവേഴ്സ് എല്ലാം ആരിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മുടെ 1935 സമയത്ത് നമുക്ക് ഗവർണർ ജനറൽ അല്ലായിരുന്നു, നമുക്ക് വൈസ്രോയി ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ 1935 ഈ ഒരു ആക്ട് വരുന്നതിനെ തുടർന്നിട്ടാണ് നമുക്ക് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇതുകൂടാതെ റെസിഡറി പവേഴ്സൊക്കെ വരുന്നത്. അങ്ങനെയുള്ള റെസിഡറി പവേഴ്സ് നമ്മുടെ വൈസ്രോയുടെ അധികാരത്തിന് കീഴിലായിരുന്നു. ഇതുകൂടാതെ തന്നെ നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് നമ്മുടെ ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമ്മുടെ RBIയുടെ രൂപീകരണത്തിനൊക്കെ വഴി ഒരുക്കിയത് നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈസ്രോയി ആണ് വരിക. വൈസ്രോയ്ക്ക് തതുല്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗവർണർ ജനറലാണ്. എങ്കിലും നമുക്ക് ഓർക്കുക 1935 കാലഘട്ടത്തിൽ നമുക്കിവിടെ വൈസ്രോയി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.